ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂ മൂണാണ്, ന്യൂ മൂൺ ഇൻ പൈസസ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, മൂൺ റിച്വൽസ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ടുന്നത് എന്താണ് എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് മൂൺ, അതായത് ന്യൂ മൂൺ എന്ന് പറയുന്നത് പുതിയൊരു തുടക്കത്തിൻ്റെ, പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുന്നതാവും, പുതിയ ബന്ധത്തിലേക്ക് കടക്കുന്നതാവും, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിലേക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാവാം. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി കരിയറിൽ ആഗ്രഹിക്കുന്നുണ്ട്, ജോലിയിൽ, അതേപോലെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ചേഞ്ചസ് ലൈഫിൽ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു റിച്വലിൻ്റെ ടൈമാണ് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഫെബ്രുവരി മാസമാണ്. നമ്മൾ ഈ ഒരു മൂൺ എന്ന് പറയുന്നത് പൈസസ് മൂണാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഈ ഒരു ടൈം പീരീഡ് സോഡിയാക് സൈൻ്റെ ബേസിസിലുള്ള ന്യൂ മൂൺ എന്ന് പറയും. മൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ വെസ്റ്റേൺ അസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ ഇത് എന്ന് പറയുന്ന ഒരു പ്രത്യേക മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി മാസത്തിൽ പൈസസ് സോഡിയാക് സൈനാണ്. അപ്പോൾ പൈസസ് മൂണാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ കാർഡ്സ് നോക്കുകയാണ് എങ്കിൽ ഈ ഒരു ന്യൂ മൂണിന് 3 കാർഡ്സ് നമ്മൾ ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലുള്ള റിച്വൽസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2 ആൻഡ് കാർഡ് നമ്പർ 3. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തിട്ടുള്ള 3 ഓഫ് കപ്സ് എനർജിയാണ്. പിന്നെ ഈ ഒരു കാർഡ്, ഈ ഒരു ന്യൂ മൂൺ എന്ന് പറയുന്നത്, അതായത് തേഴ്സ്ഡേ ആണ് നമ്മൾ ന്യൂ മൂൺ വരുന്നത്. തേഴ്സ്ഡേ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പറയുന്നത് വെസ്റ്റേൺ അസ്ട്രോളജി ബേസിസിലാണ്. അപ്പോൾ തേഴ്സ്ഡേ എന്ന് പറയുന്നത് ജൂപ്പിറ്ററിൻ്റെ ദിവസം ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് ഫിനാൻസും ലീഗൽ മാറ്റേഴ്സ് സ്പിരിച്വാലിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള റിച്വൽസ് ചെയ്യാം. അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇന്ന ദിവസമായതുകൊണ്ട് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഈ ഒരു നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഫർമേഷൻസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ രീതിയിൽ നിങ്ങൾക്ക് അഫർമേഷൻസ് സെറ്റ് ചെയ്യാവുന്നതാണ്. സ്വന്തം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് തരത്തിലുള്ള അഫർമേഷനാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ഏത് റിച്വലാണ് ഞാൻ ലാസ്റ്റിൽ പറയാം, റിച്വൽസ് എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പറയാനുള്ളത് ഒരു റിലേഷൻഷിപ്പ്, ഒരു ന്യൂ ഫേസിലേക്ക് കടക്കുകയാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പലതും ചെയ്യേണ്ടത്, ആഘോഷങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ ഒത്തിരി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് ലാസ്റ്റിൽ വരാം, റിച്വൽസ് എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ബന്ധങ്ങളിൽ ആഘോഷങ്ങൾ മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ചുകൂടി കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും, അതിനുള്ളൊരു പുതിയ തുടക്കമായിരിക്കും ഈ ഒരു ന്യൂ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് പൈസസ് ആണ് നിങ്ങളെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. കുറച്ച് ഇമോഷണലാണ്. നമ്പർ 2 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ 5 ഓഫ് സോർട്സ് എനർജിയാണ്. ഇമോഷണലി വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ മറ്റുള്ളവർ ഒത്തിരി അധികം മാനസികമായിട്ട് നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ തരുന്നുണ്ട് മറ്റുള്ളവരുടെ ഭാഗത്ത്. അതായത് അൺഹെൽത്തി കോമ്പറ്റീഷനാണ്. നമ്മളിപ്പോൾ കോമ്പറ്റീഷൻ എല്ലാ ഫീൽഡിലും ഉണ്ട്. അതൊരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആകുമ്പോൾ നമുക്കതിൽ നമ്മളെ വളരാനാണ് അത് സഹായിക്കുക. പക്ഷെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് എങ്കിൽ അത് നിങ്ങളെ വളരാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വളർച്ചയിലേക്കുള്ള വാതിൽ അടഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേണം അതിന് മുൻകൈയെടുത്ത് നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള വാതിൽ തുറക്കാൻ. കാരണം ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. സോ നമ്മൾ മറ്റൊരു വാതിൽ തുറക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫോക്കസ് മാറ്റണം. നിങ്ങളിപ്പോഴും അടഞ്ഞെടുക്കുന്ന വാതിൽ തന്നെ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് നെഗറ്റീവിലാണ്. അതിന് പകരം അവിടെ നിന്ന് ഫോക്കസ് മാറ്റി നിങ്ങൾ ഇനി മറ്റെന്താണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾ ലാസ്റ്റിൽ നമുക്ക് റിച്വൽസ് പറയാം. റിച്വൽസ് എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കാം. അത് ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് 4 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. 4 ഓഫ് സോർട്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ കുറച്ചധികം തന്നെ
എന്താണ് സാമ്പത്തിക കാര്യങ്ങൾ കുറച്ച് ഊന്നൽ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ആവശ്യത്തിൽ കവിഞ്ഞ് സാമ്പത്തിക കാര്യങ്ങളിൽ ഊന്നൽ കൊടുക്കേണ്ടുന്ന ആവശ്യകതയില്ല. ജീവിതം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ സമ്പത്ത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ സമ്പത്തല്ല എല്ലാം എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു പക്ഷേ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതമായിരുന്നിരിക്കില്ല കിട്ടിയത്. ബാല്യത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നിങ്ങൾ മറികടന്നിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു, കാരണം നിങ്ങൾ ബാല്യകാലത്തിൽ നമ്മൾ പലരും അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുക. ആ ഒരു സങ്കടം, ദേഷ്യം നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ആ ഒരു കാര്യം നമ്മളെപ്പോഴും കൂടെ കൊണ്ടു നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണെങ്കിലും എപ്പോഴും മൈൻഡിലുണ്ടാവും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, ജോലി നഷ്ടപ്പെടുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട്. ആ ചിന്തയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റാം. ലൈഫ് സ്റ്റേബിളായിരിക്കും അല്ലെങ്കിൽ എന്നും നല്ലതായിരിക്കും എന്നുള്ളൊരു ചിന്തയിൽ പോസിറ്റിവിറ്റിയിൽ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. നമുക്ക് റിച്വൽസിലേക്ക് വരാം ഇനി. ഓക്കെ, സോ നമ്മൾ ഇന്നേ ദിവസം തേഴ്സ്ഡേ ആണ്, നമ്മൾ ഈ 27 തേഴ്സ്ഡേ ആണ്. ചിലയിടങ്ങളിൽ 28ലേക്കും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണ് എവിടെയാണെന്നതിനനുസരിച്ചിട്ട് റിച്വൽസ് ചെയ്യുക. ഇപ്പോൾ 27-നാണെങ്കിൽ തേഴ്സ്ഡേ ആണ്. വ്യാഴം എന്ന് പറയുന്നത് നമ്മുടെ വേദിക് അസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ സ്ഥാനമാണ്, അതായത് ജൂപ്പിറ്റർ എനർജിയാണ്. അതേപോലെ തന്നെ ഫ്രൈഡേ ആണ് ഇനിയെങ്കിൽ ഫ്രൈഡേ വീനസ് എനർജി ശുക്രനാണ്. അപ്പോൾ വീനസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് എന്താ പറയുക, റൊമാൻസ്, റിലേഷൻഷിപ്പ്, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ചിന്തകളും കാര്യങ്ങളാണ്. അപ്പോൾ റീകൺസിലേഷൻ കാര്യങ്ങൾ, മേക്ക് ഓവർ, അതായത് നമ്മൾ ഫിസിക്കലി എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റം വരുത്തുക, റൊമാൻസ്, റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ തേഴ്സ്ഡേയും ഫ്രൈഡേയും ഇത് ചെയ്യുക. ഇപ്പോൾ തേഴ്സ്ഡേ ആണ് ന്യൂ മൂൺ, ഫ്രൈഡേ ആണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. ഈ 2 ദിവസങ്ങളിലും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഏത് രാജ്യത്താണോ അവിടെ ഏത് സമയത്താണോ അത് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇന്ന സമയം ഇന്നതായതുകൊണ്ട് ബാക്കിയുള്ള സമയത്ത് ചെയ്തുകൂടാ എന്നൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് റിച്വൽസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു പീസ്, ഒരു പ്ലേസ്, ഒരു സീക്രട്ട് പ്ലേസ് ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു സീക്രട്ട് പ്ലേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾക്ക് ഒരു സീക്രട്ട് ഫീലിംഗ് കൊണ്ടുവരുന്നത് എന്താണ്. ഇപ്പോൾ നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്നത്, കുറച്ച് സ്മെല്ലുള്ള മെഴുകുതിരി, അത് കത്തിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിരാത, ഒരു വെളിച്ചം, ആ ഒരു രീതിയിൽ കത്തിച്ചു വയ്ക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചന്ദനത്തിരിയോ എന്തെങ്കിലും സ്മഡ്ജ് ചെയ്യാം. അതേപോലെ ഫെതേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സീക്രട്ട് ഫീലാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റൽസ് വയ്ക്കാം, അതുപോലുള്ള കാര്യങ്ങൾ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ സ്പേസ് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സ്പേസ് ക്ലെൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. സീക്രട്ട്നെസ്സും ക്ലെൻസിങ്ങും ഒരുമിച്ച് ചേരാവുന്നൊരു ഇടമാണ് സ്മഡ്ജിങ്. അതായത് നമ്മൾ സ്മഡ്ജ് ചെയ്യുക, സ്മഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ്ങിൻ്റെ ഭാഗമാണ്. നെഗറ്റീവ് എനർജീസൊക്കെ മാറുക എന്നുള്ളത്. അത് ഒന്ന് നമുക്ക് ചെയ്യാൻ, അതും ഈ പറഞ്ഞ പോലെ സ്മഡ്ജ് ചെയ്യാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഉപയോഗിക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ കർപ്പൂരം കത്തിക്കാവുന്ന ഒരു 3 കർപ്പൂരം എടുത്തിട്ട് അതിൽ 3 ക്ലോവ്സ്, അതായത് ഗ്രാമ്പു ഇടുക, ഒരു ബേ ലീഫും ഇടുക. ഇതല്ലെങ്കിൽ കർപ്പൂരം മാത്രമായിട്ട്, ഒറ്റ കർപ്പൂരമായിട്ട് കത്തിച്ചാലും മതിയാവും. 3 എണ്ണം ഉണ്ടെങ്കിൽ 3 കത്തിക്കുക. നെഗറ്റീവ് എനർജീസ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് പിന്നെ മണി അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും സൗണ്ട് വച്ചിട്ട് നെഗറ്റീവ് എനർജീസ് റിലീസ് ചെയ്യാവുന്ന കാര്യങ്ങളും കൂടി ചെയ്യാം. ക്ലെൻസ് ചെയ്യുക, ആദ്യം സീക്രട്ട് പ്ലേസ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ക്ലെൻസ് ചെയ്യാൻ. തേർഡ് ആണ് നിങ്ങൾ അഫർമേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിച്വൽ മെയിൻ ആയിട്ടുള്ള റിച്വൽ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ അഫർമേഷൻസ് എഴുതാവുന്നതാണ്. നമ്മളിവിടെ മെയിനായിട്ട് പറയുന്ന അഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അഫർമേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജനറൽ ആയിട്ടുള്ളൊരു അഫർമേഷൻ പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു പറയാം യൂണിവേഴ്സിന്. താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് ഐ റിസീവ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് 24-ലാണ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് ഹാപ്പൻ ടു മീ ഇൻ 2024.
ആൻഡ് താങ്ക് യു ഫോർ ദ ബ്ലെസ്സിങ്സ് ദാറ്റ് ഇസ് കമ്മിങ് ടു മീ ഇൻ ദ കമ്മിങ് ഇയേഴ്സ്, അല്ലെങ്കിൽ 2025 എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെയിൻ അഫർമേഷൻ പറയാം. I am universe, I am ready. I am manifesting. I am manifesting whatever I desire. I am manifesting whatever I desire. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു അഫർമേഷൻ. ഇതിൽ എന്തുമാവാം, നിങ്ങൾ എന്താണോ ഡിസയർ ചെയ്യുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കരിയറാണോ റിലേഷൻഷിപ്പാണോ എന്താണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഒരു അഫർമേഷൻ നിങ്ങൾക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് പുസ്തകത്തിൽ എഴുതുകയും ചെയ്യാം നിങ്ങൾ, അല്ലെങ്കിൽ പറയുകയും ചെയ്യാം. 3 times പറയുക, അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വയ്ക്കുക, എന്നിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കുക. അത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് റിച്വൽസ് ചെയ്യണം, ഇന്ന രീതിയിൽ റിച്വലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ജേർണലിംഗ് പോലെ ജസ്റ്റ് എഴുതി വെച്ചാലും മതിയാവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.